ഹലോ. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ, അതായത് സീറോ മണി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയമാണെന്ന് പറയാൻ പോണത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മുഴുവനായിട്ട് കേൾക്കുക. നമുക്കറിയാം, ബിസിനസ്സിൽ 3 തരത്തിലുള്ള റിസോഴ്സുകളാണുള്ളത്. സാധാരണ പറയാറുള്ളത്, ഒന്ന് നമ്മളുടെ മണി, 2 ടൈം, 3 എഫേർട്ട്. മണിയും ടൈമും നമ്മളുടെ അധ്വാനം. അപ്പോൾ ഇതിൽ അധികം മണി സ്പെൻഡ് ചെയ്യാൻ അധികം ആളുകളുടെ അടുത്തില്ല, പക്ഷേ ടൈം നമ്മുടെ അടുത്തുണ്ടാവും, അധ്വാനിക്കാനും റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല ബിസിനസ്സുകളും സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നടത്താനായിട്ട് സാധിക്കും. സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ വളരെ മിനിമൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അതിൽപ്പെട്ടൊരു ബിസിനസ് ആശയമാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് പറയും. അതായത് ഇൻഫ്ലുവൻസേഴ്സ്, കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം വീഡിയോസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ പറയാറ്. ഇൻസ്റ്റഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, ഒരു പ്രത്യേക വിഷയത്തിൽ അവർ വീഡിയോകൾ ചെയ്യും. ഇപ്പോൾ ഇതൊരു ചാനലാണല്ലോ, ഇത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഈ ചാനലിൽ വന്നത്. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നവരെ ബിസിനസ്സുകൾക്ക് ആവശ്യമാണ് അവരുടെ പ്രൊഡക്റ്റും സർവീസും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളത് കണ്ടിട്ടുണ്ട്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. പല ഇൻഫ്ലുവൻസേഴ്സും പല ഷോപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നു, പല പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നു, സ്ഥാപനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ബ്രാൻഡ് ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ ബിസിനസ്സുകൾ എന്തിനാ അപ്രോച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കാണാനായിട്ട് വലിയ വിഭാഗം ഓഡിയൻസ് ഉണ്ട്. ഈ ഓഡിയൻസാണ് ബിസിനസ്സുകളുടെ കസ്റ്റമേഴ്സ്. അതായത് ഒരു സൈഡിൽ ഇൻഫ്ലുവൻസേഴ്സും അവരുടെ ഓഡിയൻസും ഉണ്ട്, മറുവശത്ത് ബിസിനസ് ഉണ്ട്. ബിസിനസ്സിന് എന്തോ വിൽക്കാനുണ്ട്. അപ്പോൾ ആ വിൽക്കാനുള്ള സംഗതി ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തുള്ള ഓഡിയൻസിന് വിൽക്കാനായിട്ട് സാധിക്കും. ഇവരുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കുള്ളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫ്ലുവൻസേഴ്സിനെയും ബിസിനസ് ഓണേഴ്സിനെയും നമ്മൾ മീറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഏജൻസി പോലെ, ഒരു മിഡിൽ മാൻ ആയിട്ട് നിന്നുകൊണ്ട്, ഒരു മാച്ച് മേക്കിംഗ് പോലെ. അതായത് ഇൻഫ്ലുവൻസറെയും ബിസിനസ്സുകളെയും നമ്മൾ മീറ്റ് ചെയ്യിപ്പിക്കും. ഈ ഇൻഫ്ലുവൻസർക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ബിസിനസ്സിൻ്റെ അടുത്തുനിന്ന് ഇൻകം കിട്ടും. അവരുടെ ജീവിതമാർഗ്ഗമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിസിനസ്സിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ്സിന് കസ്റ്റമേഴ്സിനെ കിട്ടും. നമുക്ക് എന്താണ് ബെനിഫിറ്റ്? ഈ സെൻറ്ററിൽ നിൽക്കുന്ന നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സർവീസ് ആയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഒരു വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യണില്ല. ഇൻഫ്ലുവൻസർ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മാർക്കറ്റിംഗ് വീഡിയോക്ക് ഒരു ഇൻഫ്ലുവൻസർ ചാർജ് ചെയ്യുന്നത് 5000 രൂപയാണെന്ന് വിചാരിക്കുക. ഈ 5000 രൂപ നമുക്ക് ബിസിനസ്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് അതിൽ നിന്ന് ചെറിയൊരു കമ്മീഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇൻഫ്ലുവൻസറായിട്ട് സംസാരിച്ച് നമ്മൾ 5000 എന്നുള്ളത് 4000 3500 ഒക്കെ ആക്കി കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കമ്മീഷനായിട്ട് എടുക്കാം. ഒരു മാർക്കറ്റിംഗ്, ഒരു ബ്രോക്കറേജ് പോലെ നമുക്ക് ചെറിയൊരു കമ്മീഷനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിസിനസ്സുകൾക്ക് ഇൻഫ്ലുവൻസറെ തപ്പി നടക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇൻഫ്ലുവൻസേഴ്സിന് ഒരു പക്ഷേ 24 മണിക്കൂറും ഏത് ബിസിനസ്സാണ് എനിക്ക് വർക്ക് തരാമെന്ന് തപ്പിയെടുക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ രണ്ടുപേരെ നമ്മൾ ലൈനിൽ നിർത്തുക എന്നുള്ളതാണ്. ഇതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ ബിസിനസ് മോഡൽ വർക്കൗട്ട് ആക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നിങ്ങളൊരു നീഷ് സെലക്ട് ചെയ്യുക, ഒരു പ്രത്യേക മേഖല സെലക്ട് ചെയ്യുക. ഒരു ഉദാഹരണം, നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു നീഷ് പിക്ക് ചെയ്യുക. ഉദാഹരണം ബ്യൂട്ടി, കോസ്മെറ്റിക്സ്, അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇടുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ കണ്ടെത്തുക. ആ ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ കണ്ടെത്തിയിട്ട് ഗൂഗിളിൻ്റെ ഷീറ്റ് കിട്ടും. നമുക്ക് ഗൂഗിളിൻ്റെ എക്സൽ ഷീറ്റ് ഉണ്ടല്ലോ, ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഓരോ കോളംസും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേര്, അവരുടെ കാറ്റഗറി ഏതാണ്, അതുപോലെ തന്നെ അവർക്ക് എത്ര വ്യൂസ് ആവറേജ് കിട്ടാറുണ്ട്. വ്യൂസ് എങ്ങനെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കാം. ഇൻസ്റ്റഗ്രാം പേജ് നോക്കി അവസാനം ഒരു 10 വീഡിയോസൊക്കെ നോക്കാൻ നേരത്ത് നമുക്ക് അവരുടെ ഒരു ആവറേജ് വ്യൂസ് എത്രയാണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു പ്രൊമോഷണൽ വർക്കിന് നിങ്ങൾ എത്രയാണ് ചാർജ് ചെയ്യുന്നത് എന്ന് അവരുടെ അടുത്ത് ചോദിക്കുക. എന്നിട്ട് നമ്മൾ ഇതേ ഇൻഫ്ലുവൻസർ ആവശ്യമുള്ള, ഇപ്പോൾ ഉദാഹരണം ബ്യൂട്ടി കാറ്റഗറി ആണല്ലോ, ഈ ബ്യൂട്ടി കാറ്റഗറിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഓഡിയൻസ് കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ നല്ല ലിപ്സ്റ്റിക്കുകൾ, അതുപോലെ തന്നെ മേക്കപ്പ്, ഫൗണ്ടേഷൻ, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ ഇതൊക്കെ വിൽക്കുന്ന വിഭാഗം ബിസിനസ്സുകൾക്ക് ഈ ഇൻഫ്ലുവൻസർ ആവശ്യമായിട്ട് വരും. പക്ഷേ ഇവർ തമ്മിൽ ഒരിക്കലും കണക്റ്റ് ആയിട്ടുണ്ടാവില്ല ഇതുവരെ. അവരെ തമ്മിൽ കണക്റ്റ് ചെയ്യിച്ച് കൊടുത്ത് ആ ബിസിനസ്സിനൊരു പ്രൊമോഷണൽ വീഡിയോ നിങ്ങൾ വഴി ചെയ്യിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ വാങ്ങാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇൻഫ്ലുവൻസർ 5000 ആണ് ചാർജ് ചെയ്യണമെങ്കിൽ ബിസിനസ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് 6000 രൂപ ചാർജ് ചെയ്യും. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള 1000 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മീഷനായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ മാക്സിമം നമ്പർ ഓഫ് ഇൻഫ്ലുവൻസേഴ്സിനെ
നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി കീപ്പ് ചെയ്യുക. ഇൻഫ്ലുവൻസറെ കോൺടാക്ട് ചെയ്തിട്ട് പറയാം, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് മോഡലാണ്, അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് തരാൻ എനിക്ക് സാധിക്കും. ഞാനൊരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസി പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇൻഫ്ലുവൻസറെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ ലൈനിൽ നിർത്തുക. എന്നിട്ട് ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കോസ്മെറ്റിക്കുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ആരൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കുക. ആ പരസ്യത്തിന് നിങ്ങൾ റിപ്ലൈ കൊടുക്കുക. അതായത് ബിസിനസ്സുകൾ പരസ്യം ചെയ്യണ്ടാവുമല്ലോ, കോസ്മെറ്റിക് മെറ്റീരിയൽസിൻ്റെ ഒക്കെ പരസ്യം ചെയ്യണം, ബിസിനസ്സിന് പരസ്യം ചെയ്യണ്ടാവും. അപ്പോൾ അവരുടെ വാട്സപ്പിൽ ചെന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസി നടത്തുന്നുണ്ട്, എൻ്റെ അടുത്തൊരു 10 ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ബ്യൂട്ടി കോസ്മെറ്റിക് കാറ്റഗറിയിൽ വീഡിയോസ് ചെയ്യുന്ന 10 ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതിലെല്ലാവർക്കും ഏറെക്കുറെ ഒരു 50,000-ന് മേളിൽ വ്യൂസ് ഉണ്ട് വീഡിയോസിന്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അവർ വഴി ഞാൻ പ്രൊമോട്ട് ചെയ്യിച്ച് തരാം, ഞങ്ങൾ ചാർജ് ചെയ്യണം, എത്രയാണ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് ഓണേഴ്സ് അധിക സമയം സമ്മതിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി മാർക്കറ്റിങ്ങിന് വേണ്ടി മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പരസ്യം കണ്ടിട്ടാണല്ലോ അവരെ കോൺടാക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പരസ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇനീഷ്യലി തന്നെ നിങ്ങൾ കോസ്മെറ്റിക്സ്, ബ്യൂട്ടി അതുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് കാണാൻ നേരത്ത് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് തന്നെ റെക്കമെൻഡ് ചെയ്ത് തരും. ഈ ഇത്തരം ബിസിനസ് ചെയ്യുന്നവരെ, ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീഡിൽ റെക്കമെൻഡ് ചെയ്ത് തരും. അതെങ്ങനെയാണെന്ന് വെച്ചപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് അധികം റെക്കമെൻഡേഷനിൽ വരാൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വീഡിയോസാണ്. അപ്പോൾ എന്താണോ നമ്മൾ സെർച്ച് ചെയ്യുന്നതും കാണുന്നതും അതുമായിട്ടുള്ള ഫീഡ്സാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നീഷ് പിക്ക് ചെയ്യുമ്പോൾ ആ നീഷിലുള്ള വീഡിയോസ് ധാരാളമായിട്ട് കാണുകയും അതിലെല്ലാം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ നേരത്ത് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഒരു സൈഡിലൂടെ നിങ്ങൾക്ക് ബിസിനസ്സിനെയും കിട്ടും, മറുവശത്തേക്ക് കൂടി നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സിനെയും കിട്ടും. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങളൊരു 10 പേരെ ലൈനിൽ റെഡിയാക്കിയിട്ട് ഈ ബിസിനസ്സുകളെല്ലാം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കാരണം അവർ ഓൾറെഡി പരസ്യത്തിന് വേണ്ടി മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബിസിനസ്. അപ്പോൾ ഈ ബിസിനസ്സിന് നമ്മൾ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യാൻ നേരത്ത് അവർ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കൂടി ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കും. അധിക ബിസിനസ് ഓണേഴ്സും അവരുടെ ഒരു പൊതുവെയുള്ള ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിന് വേണ്ടി അവർ മണി സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആ ബിസിനസ് വളരില്ല. ഒരു ബിസിനസ്സും വളരില്ല. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അറിഞ്ഞില്ലെങ്കിൽ ഏത് ബിസിനസ്സാണ് ഒരു ബിസിനസ്സും വളരില്ല. അവർ ഓൾറെഡി ഇതിന് മണി സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയോളജിയിലുള്ളവരാണ്. അതിനുള്ള തെളിവാണ് അവരുടെ പരസ്യം, നമ്മൾ സ്പോൺസേഡ് പരസ്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, അതിനുള്ളൊരു തെളിവാണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് സെയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏറെക്കുറെ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അധിക സമയം വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട്. അധികം ആളുകളൊന്നും ഞാനിത് ചെയ്ത് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ബിസിനസ് കണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി കസ്റ്റമറെ കണ്ടെത്താനും ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ അംഗമാവാം. ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.